എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഒക്ടോബർ 9 7 മണി മുതൽ ഒക്ടോബർ 15 5 മണി. അത് കഴിഞ്ഞ് ട്രയൽ അലോട്ട്മെൻറ്റ് ഒക്ടോബർ 16 പബ്ലിഷ് ചെയ്യും എന്നാണ് ഇന്ന് വന്ന പുതിയ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് LBS ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നത്. കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കാണുന്നില്ല, എന്നിങ്ങനെ ആ ഓപ്ഷൻ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് അതിനെപ്പറ്റി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. സോ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. LBSന്റെ സൈഡിൽ നിന്നും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേസോ ഉണ്ടായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്നലെ ആർക്കും ചെയ്യാൻ സാധിക്കാത്തത്. അതിന് പകരം ഇന്ന് 7 മണി മുതൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡൊക്കെ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് പറ്റും, കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. കോളേജ് ഓപ്ഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നേരത്തെ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നേരത്തെ ഇല്ലാത്ത പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ രജിസ്റ്റർ ഓപ്ഷൻസ് ഫോർ ട്രയൽ അലോട്ട്മെന്റ് എന്ന് കാണും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ബോക്സിലായിട്ട് ഒരു ലിങ്ക് പോലെ രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. ആ പേജിൽ അപ്രൂവ്ഡ് കോളേജസ് ലിസ്റ്റിലുള്ള എല്ലാ കോളേജസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലിസ്റ്റിൽ ഓരോ കോളേജസിന് നേരെ ഓരോ സ്ക്വയർ ബോക്സസ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ആ സ്ക്വയർ ബോക്സിൽ 1 2 3 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് നമ്പർ ഇട്ടാണ് നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇതൊക്കെ നേരത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. ഡേറ്റ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട പ്രോസസ്സൊക്കെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജസിന് നേരെയാണ് 1 എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കേണ്ടത്. അത് അടുത്ത് പോകാൻ ഇഷ്ടമുള്ള കോളേജ് അല്ലെങ്കിൽ കോഴ്സിന് 2, അല്ലെങ്കിൽ അടുത്ത് പോകാൻ താല്പര്യമുള്ളത് 3, അങ്ങനെ കണ്ടിന്യൂസ് ഓർഡർ ഇട്ട് കണ്ടിന്യൂസ് ഓർഡർ ആയിട്ട് നമ്പർ കൊടുത്ത് പോവുക. ലാസ്റ്റ് കോളേജസ് എല്ലാം കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ സെലക്ടഡ് കോളേജസ് ഓർ ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത കോഴ്സ് അല്ലെങ്കിൽ കോളേജസ് എല്ലാം ഒരു ലിസ്റ്റിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ കോളേജസും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റിന് താഴെ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രിന്റും കൂടെ എടുത്ത് വെച്ചിരിക്കുക. സെലക്ടഡ് കോളേജസ് ഓർ ലിസ്റ്റ് എന്നല്ല, സെലക്ടഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുത്ത കോളേജസ് അല്ലെങ്കിൽ കോഴ്സസ് ചെയ്യാൻ പറ്റും. ഓർഡറിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ കോളേജസും കോഴ്സസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ കോളേജസും ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റ് പോലെ നമുക്ക് പ്രിന്റ് എടുത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് LBS അപ്രൂവ് ചെയ്ത പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസും പിന്നെ അതിൻ്റെ കോളേജസും ആണ്. ഇത് ഇന്നലെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന് ഏതൊക്കെ കോളേജസ് ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. എത്ര ഗവൺമെൻറ് സീറ്റ്, എത്ര മാനേജ്മെൻറ്റ് സീറ്റ്സ് അവിടെ ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറ്റും, ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത്. സോ എല്ലാവരും കൃത്യസമയത്തിനുള്ളിൽ തന്നെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് നിങ്ങൾ നമ്പർ ഇട്ട് കൊടുത്ത് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റിലുള്ള മൊത്തം കോളേജസും കോഴ്സസും വയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് അല്ലെങ്കിൽ കോഴ്സസ് ഓപ്ഷനായിട്ട് കൊടുക്കാൻ നോക്കുക. കോളേജ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും പോകാൻ താല്പര്യമുള്ളതും ആയിട്ടുള്ള കോളേജിനായിരിക്കും 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാനായിട്ട് ഓരോ കോളേജസിന് നേരെ സ്ക്വയർ ബോക്സസ് ഉണ്ടാവും. ആ സ്ക്വയർ ബോക്സസിലാണ് നിങ്ങൾ 1 2 3 എന്ന് പറഞ്ഞിങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് വീണ്ടും എടുത്ത് പറയുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്ക് പോകാൻ ഏറ്റവും താല്പര്യമുള്ളത് ഇഷ്ടം കൂടിയ കോളേജിനായിരിക്കണം 1 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കാൻ. അത് കഴിഞ്ഞ് അടുത്ത ഇഷ്ടമുള്ള കോഴ്സ് അല്ലെങ്കിൽ കോളേജിന് 2, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കണം. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ട്രയൽ അലോട്ട്മെന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ട്രയൽ അലോട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത കോളേജ് ഓപ്ഷൻസിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് കിട്ടുമോ ഇല്ലയോ എന്നൊരു ജസ്റ്റ് ഒരു ചാൻസ് ചെക്ക് ചെയ്യുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതില്ലായ്പ്പോഴും ശരിയാവണമെന്നൊന്നും ഇല്ല. ദാറ്റ് മീൻസ് ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ പിന്നെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് മുതലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ നേരത്തെ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ പ്രിഫറൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന്. അതാകുമ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ എളുപ്പം ആയിരിക്കുമെന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുക്കാൻ. സോ എല്ലാവരും അങ്ങനെ ലിസ്റ്റസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കുക. പാരാമെഡിക്കൽ ഡിപ്ലോമയുടെ എത്ര കോഴ്സ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എല്ലാവരും പറയണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതായത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും തവണ കോളേജസ് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും സാധിക്കും. ദാറ്റ് മീൻസ് പുതിയ കോളേജസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ ഓപ്ഷനിൽ കൊടുക്കാത്ത പുതിയതായിട്ട് കൊടുക്കണമെന്ന് തോന്നുന്നെങ്കിൽ ആ കോളേജസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓപ്ഷൻസിന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചാൻസ് ചെക്കിംഗ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ടൈമിൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി പുതിയ ഓപ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രയൽ അലോട്ട്മെന്റിൽ വെച്ച ഓപ്ഷൻസ് മതിയെങ്കിൽ അവരെ വീണ്ടും ഒന്നും ആ ടൈമിൽ ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അപ്പോൾ പറ്റുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം പുതിയതായിട്ട് കോളേജ് ഒന്നും ചേർക്കാനായിട്ട് സാധിക്കത്തില്ല. നേരത്തെ ലിസ്റ്റിലുള്ള കോളേജസ് പുതിയതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ആ ടൈമിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ കൂടുതൽ കോളേജസും കോഴ്സസും ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യണം, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സമയം അവർ തരും. ആ ടൈമിൽ മാക്സിമം കോളേജസ് ആ ടൈമിൽ താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അതേപോലെ എന്താണ് ടോക്കൺ ഫീ പേയ്മെന്റിന്റെ കാര്യം, എപ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. അതൊക്കെ ആ ടൈമിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ കാര്യം മാത്രം എന്ത് ചെയ്യുക, ആലോചിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് അല്ലെങ്കിൽ കോഴ്സസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ കൊടുത്ത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. സോ എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നത് എന്താണ് ചെറിയ രീതിയിൽ, അതായത് ജസ്റ്റ് ഷോർട്ടാക്കി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേ പേർക്ക് എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇന്ന് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും പറയണം. കമൻറ്റായി പറഞ്ഞാൽ മതി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.